ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റുന്ന അല്ലെങ്കിൽ മുതിർന്നവർക്ക് ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളി ഈസി റൈസ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തു, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അതിനകത്തോട്ടൊരു ബേ ലീഫ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ സ്പൈസസും ആഡ് ചെയ്ത് കൊടുത്തു. നമ്മുടെ കറുകപ്പട്ട, പെരുംജീരകം, 2-3 ഏലക്കായ, അതുപോലെ ഒരു ചെറിയൊരു കഷ്ണം തക്കോലം, പിന്നെ 2-3 ഗ്രാമ്പു, പിന്നെ കുരുമുളക്, ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിനകത്തോട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുത്തു. സവാള ഒന്ന് ഇളക്കിയതിന് ശേഷം അതിനകത്തോട്ട് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ 2-3 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. പിന്നെ അതിനകത്തോട്ട് ഒരു പിടി നമ്മുടെ കശുവണ്ടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഈ സവാള നന്നായിട്ട് വഴണ്ട് വരണം. സവാള നന്നായിട്ട് വഴണ്ട് വരണ സമയത്ത് അതിനകത്തോട്ട് നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം ഇതിനകത്ത് പ്രധാന താരം എന്ന് പറയുന്നത് തക്കാളിയാണ്. കാരണം ഇതൊരു ടൊമാറ്റോ റൈസാണ്. അപ്പോൾ നമ്മുടെ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ മൂടി തുറന്നിട്ട് തക്കാളി നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. അപ്പോൾ തക്കാളിയൊക്കെ കുക്കായിട്ട് വന്ന സമയത്ത് ഞാൻ കുറച്ച് മല്ലിയില ആഡ് ചെയ്തായിരുന്നു, അത് കാണിക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തു. പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്തു. പിന്നെ അതുപോലെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ മസാലയായിട്ട് മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കൈമാ റൈസ് ആഡ് ചെയ്ത് കൊടുത്തു. കൈമാ റൈസോ ബുള്ളറ്റ് റൈസോ യൂസ് ചെയ്യാം. അതിനുശേഷം ആ റൈസ് ഇളക്കിയതിന് ശേഷം അതിനകത്തോട്ട് ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു. അതായത് നമ്മുടെ റൈസിൻ്റെ മോൾഭാഗം വരെ ആണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പ് എപ്പോഴും ഒന്ന് ഇളക്കിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഈ സമയത്ത്. അപ്പോൾ ഉപ്പ് എപ്പോഴും മുമ്പിട്ട് നിൽക്കണം കുറച്ച്. അപ്പോൾ ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഒരു ചെറിയൊരു സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു പാത്രം വെച്ചിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ പാത്രം തുറന്നിട്ട് ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി വെക്കണം. അപ്പോൾ എൻ്റെ ഇവിടെ റൈസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കാണാൻ നല്ല രസമില്ലേ? അതുപോലെ ടേസ്റ്റും നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന തക്കാളിക്ക് നല്ല പുളിപ്പുണ്ടെങ്കിൽ നമ്മൾ ആ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ലേ അരി വേവാൻ വേണ്ടിയിട്ട്, ആ സമയത്ത് നമുക്ക് ഒരു പൊടിക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 1/4 സ്പൂൺ പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു പുളിയൊക്കെ നന്നായിട്ട് ബാലൻസ്ഡ് ആയിട്ട് കിട്ടും. തക്കാളിക്ക് നല്ല പുളിയാണെങ്കിൽ മാത്രം പഞ്ചസാര കുറച്ച് ആഡ് ചെയ്താൽ മതിയേ. അപ്പോൾ ഇവിടെ ഇപ്പം എൻ്റെ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി. ടേസ്റ്റൊക്കെ നല്ല സൂപ്പറാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പാച്ചുവിന് ലഞ്ചിന് ഈ റൈസാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ സലാഡ് ഉണ്ടാക്കാം. അതുപോലെ ഇപ്പോൾ നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ്ഗ് ഉണ്ടെങ്കിൽ അത് മതി. അല്ലെങ്കിൽ എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാം. പിന്നെ അതുപോലെ നമ്മുടെ പിക്കിളും അതുപോലെ പപ്പടമൊക്കെ ഇതിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും. അപ്പോൾ ഇന്നിപ്പം ഞാൻ കൊടുത്തു വിടുന്നത് നമ്മുടെ ഈ ടൊമാറ്റോ റൈസ് ഞാൻ പാക്ക് ചെയ്തു. പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കേട് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. സവാളയും അതുപോലെ പച്ചമുളകും നമ്മുടെ തൈരും കൂടിയും ചേർത്തിട്ട് ഒരു കുഞ്ഞ് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് അതിനകത്തോട്ട് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് അതും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പാച്ചുവിൻ്റെ ലഞ്ച് ബോക്സ് ഇവിടെ റെഡിയാണ്. ഈ ടൊമാറ്റോ റൈസ് നമുക്ക് കുക്കറിലും കുക്ക് ചെയ്തെടുക്കാം. കുക്കറിലാണെങ്കിൽ നമ്മുടെ അരി ഇട്ടതിന് ശേഷം നമ്മൾ അരിയുടെ മുകൾ ഭാഗം വരെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തില്ല, അതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു വിസിലടിപ്പിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ പിന്നെ പാച്ചുവിന് ഇന്ന് സ്നാക്സിന് പൊമോഗ്രാനറ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.